ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് ചാണക്യൻ. ചാണക്യൻ്റെ നീതിശാസ്ത്രം ലോക പ്രശസ്തമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചാണക്യൻ്റെ ആദർശങ്ങളും തത്വങ്ങളും എല്ലാം പലരും ഇന്ന് പിന്തുടർന്നു പോരുന്നു. തത്വചിന്തകൻ എന്നതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലും ചാണക്യൻ മികച്ചു നിന്നിരുന്നു. മികച്ച ഒരു നയതന്ത്രജ്ഞനായിരുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ടായിരുന്നു. സാമ്പത്തികം, കുടുംബം, ജോലി എന്നുവേണ്ട എല്ലാ മേഖലകളിലും ചാണക്യൻ തൻ്റെ തത്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് പലരും ശ്രമിക്കുന്നു. ചാണക്യൻ്റെ നീതിശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മികച്ച പങ്കാളിയെക്കുറിച്ചും ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരുന്നു. ചില പ്രത്യേക ഗുണങ്ങളുള്ള ഭാര്യയാണ് നിങ്ങളുടേതെങ്കിൽ അവർ ഭർത്താവിന് അനുഗ്രഹമാണ് എന്നാണ് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ഗുണങ്ങളിൽ ഒന്നാമതായി ചാണക്യൻ പറയുന്നത് എന്തിനും ഏതിനും കൂടെ നിൽക്കുക. ഭർത്താവിൻ്റെ വിജയപരാജയങ്ങളിൽ കൂടെ നിൽക്കുക എന്നതാണ് ഒരു ഭാര്യയുടെ കടമ. വിജയങ്ങളിൽ സന്തോഷിക്കുകയും പരാജയങ്ങളിൽ ആശ്വസിച്ച് കൂടെ നിൽക്കുകയും ചെയ്യുക എന്നത് വളരെയധികം മികച്ചതാണ്. ഇതായിരിക്കണം ഒരു നല്ല ഭാര്യ എപ്പോഴും ചെയ്യേണ്ടത് എന്നാണ് ഇദ്ദേഹം തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത്. അതെല്ലാം തന്നെ ഭർത്താവിന് ഐശ്വര്യവും സന്തോഷവും സ്നേഹവും കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമതായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതും. ഏത് പ്രശ്നത്തെയും കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എപ്പോഴും മികച്ച ഒരു ജീവിത പങ്കാളി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വയം നിയന്ത്രിച്ച് കഠിനമായ പരിശ്രമത്തോടെ ക്ഷമയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്. ഇത് ഭർത്താവിൻ്റെ കാര്യമാണെങ്കിലും സ്വന്തം കാര്യമാണെങ്കിലും അത്തരത്തിൽ തന്നെ വേണമെന്നാണ് ചാണക്യൻ പറയുന്നത്. അടുത്ത പോയിന്റാണ് പരസ്പര ബഹുമാനം. പരസ്പര ബഹുമാനത്തോടെ കുടുംബവും ദാമ്പത്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പങ്കാളിയാണ് നിങ്ങളുടേതെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെ വലിയ മാറ്റം സംഭവിക്കുന്നു. പലപ്പോഴും ഭർത്താവ് ആഗ്രഹിക്കുന്നതും ഇത്തരത്തിൽ ഒരു ഭാര്യയെ തന്നെയാണ്. വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കുക വഴി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്നു. ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് എപ്പോഴും നല്ല ഗുണമുള്ള ഒരു ഭാര്യയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അടുത്തതായി ചാണക്യൻ പറയുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. ചെയ്യുന്ന കാര്യമാണെങ്കിലും വരാനിരിക്കുന്നതുമായ കാര്യമാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യുന്നതിന്. അല്ലാത്ത പക്ഷം അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന ഭാര്യയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്തരം ഭാര്യമാർ നിങ്ങളുടെ ഭാഗ്യമാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഇതുവഴി നിങ്ങൾക്കുണ്ടാകുന്നു. അവസാനത്തേതായി ചാണക്യൻ പറയുന്നത് വിശ്വസ്തതയാണ്. എപ്പോഴും ഭർത്താവിനോട് വിശ്വസ്തയോടെ പെരുമാറുന്നതിന് ശ്രദ്ധിക്കണം. ഇത് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഉറപ്പും സന്തോഷവും നൽകുന്നു. ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് ഈ ഗുണങ്ങൾ ഭാര്യയ്ക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബജീവിതത്തിലും ആ സന്തോഷം നിലനിൽക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് ഇത്തരത്തിൽ പരസ്പര വിശ്വാസമുള്ള ദമ്പതികൾക്ക് സാധിക്കുമെന്നാണ് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത്.